Hello everyone, welcome back to our channel Shuttu and Mama. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ എണീറ്റു. അതായത് ഇത് ശരിക്കും ഏപ്രിൽ 13-ാം തീയതിയത്തെ ഒരു വ്ളോഗാട്ടോ. അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്രീ വിഷു അവരുടെ നമ്മുടെ കൂടിയായിരുന്നു. അവർക്ക് വിഷു ഉണ്ടായിരുന്നില്ല. അപ്പോൾ തലേ ദിവസം തന്നെ ഞാനും അമ്മയും കൂടി വേണ്ട പച്ചക്കറികളും സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് സദ്യക്കുള്ള പണി കുറച്ച് കുറയുമല്ലോ. ഫുള്ളി സദ്യ എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ ആക്കി അവരുള്ളതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കണി കാണുന്ന ദിവസം അവർ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. അവർക്ക് വിഷു ഇല്ലാത്തതുകൊണ്ട് അവർ അന്നത്തെ ദിവസം അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോവും. അങ്ങനെ 12-ാം തീയതി വന്ന് അവർ 13-ന് നമ്മുടെ അടുത്ത് നിന്ന് വിഷുവിൻ്റെ സദ്യയൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ ഞാനും അമ്മയും കൂടെ രാത്രിയുള്ള പരിപാടിയായിരുന്നു ഇതൊക്കെ. ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചായിരുന്നു. അങ്ങനെ പിന്നെ രാവിലെ കുക്കിംഗ് അല്ലേ ഉള്ളൂ. ഞാൻ രാവിലെ എണീച്ച് വരുമ്പോഴേക്ക് തന്നെ അമ്മ പച്ചടി റെഡി, സാമ്പാർ റെഡി. നീ എന്താ ബാക്കി? കൂട്ടുകാരി ഉണ്ട് അടുപ്പത്ത്. ഉമ്മ നന്ദിമോളുടെ നന്ദിമോൾ. ഇത് നമ്മളെ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ടുള്ള കടല വേപ്പിച്ച് വെച്ചിരിക്കുക അമ്മ. തേങ്ങാക്കുത്ത്, കടലയും കായും ചേനയല്ല അമ്മ. ഇതിൽ വേറെ എന്തും കൊണ്ടുവോ? തേങ്ങയിൽ ജീരകം പ്ലസ് തേങ്ങ എന്നാ തോന്നുന്നു. ചീത്തയായി പോയാലോ വൈകുന്നേരത്തേക്ക്? പയറല്ലേ. കൂട്ടുകറീൻ്റെ അരപ്പ് റെഡി. നമ്മളിത് അതിലേക്ക് ആഡ് ചെയ്യും. അപ്പം ഇത് നമ്മളെ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മീൻ നമ്മൾ ഇന്നലെ തന്നെ മാഗ്നേറ്റ് ചെയ്ത് ഫ്രീസറിൽ വെച്ചാണ്. ഫ്രീസറിൽ വെച്ചുകൊണ്ട് രാവിലെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപുട്ട് പൊട്ടറ്റോ സ്റ്റൂ. ഓക്കെ കാപ്പി എന്ന് പറഞ്ഞേ നമ്മളെ ചോറിൻ്റെ അരി. അപ്പം ഇതാ കൂട്ടുകാരിൻ്റെ കഷ്ണങ്ങൾ വെന്ത് റെഡി ആയിട്ടുണ്ട്. എത്ര വിസിൽ വെച്ചമ്മ? 3 4? കടല ഒരു 5-6 വിസിലാകും വന്ന് 3 വിസിൽ ചേനയും കായും. ഇന്നലെ രാത്രി നമുക്ക് കുറച്ച് മഴ പെയ്തു. അതാ എവിടെയെല്ലാം ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ നമ്മൾ കൂട്ടുകറി ഓൾമോസ്റ്റ് സെറ്റായി. ഇനി അതിൽ വറുത്തിടാൻ വേണ്ടിയിട്ട് അമ്മ ഇതിലേക്ക് കടുകും പിന്നെ നമ്മൾ തേങ്ങാക്കൊത്ത് കഷ്ണാക്കി ഇട്ടതും കൂടെ ആഡ് ചെയ്ത്, പിന്നെ നമ്മുടെ കായ്മുളക്, പിന്നെ കറിവേപ്പില, ഇതൊക്കെ കൂടെ നന്നായിട്ട് സോട്ട് ചെയ്ത് നമ്മുടെ കൊത്ത്, അതായത് തേങ്ങാക്കൊത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് സോട്ട് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുക. ഇതെല്ലാം അമ്മയുടെ ഒരു റെസിപ്പിയാണ്. ഞാനും ഉണ്ടാക്കാറുണ്ട്, പക്ഷെ അമ്മ വയ്ക്കുമ്പം ഭയങ്കര ടേസ്റ്റാണ്. എല്ലാം നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ നോൺ വെജ് സദ്യ ആയിരുന്നു കേട്ടോ ശരിക്കും. നമ്മൾ കണ്ണൂർ കോഴിക്കോടുള്ള ഭാഗത്തുള്ള ആൾക്കാർക്ക് എങ്ങനെയായാലും നമുക്ക് എന്തെങ്കിലും ഒരു ഫിഷ് ഫ്രൈയോ അല്ലെങ്കിൽ ഒരു ചിക്കൻ ഫ്രൈയോ എന്തെങ്കിലും കൂടെ സദ്യയുടെ കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് നമുക്ക് തോന്നും. അപ്പോൾ ഇന്ന് നമുക്ക് കൂട്ടുകറി, സാമ്പാർ, പച്ചടി, ഫിഷ് കറി, ഫിഷ് ഫ്രൈ, പിന്നെ ഉപ്പേരി, ഇതൊക്കെയായിരുന്നു നമ്മൾ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അവിയൽ സംഭവങ്ങളൊന്നും നമ്മൾ പച്ചടി ഉള്ളതുകൊണ്ട് എല്ലാം പുളിയല്ലേ, അതുകൊണ്ട് അത് ആഡാക്കിയില്ല. അപ്പോൾ അമ്മയുടെ കൂട്ടുകാരെ അവരുടെ റെഡിയായി. അപ്പോഴേക്കും ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സെറ്റായ പിന്നെ നമുക്ക് പോകാനുണ്ട്. കണി വെക്കേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകാനുണ്ട്. എല്ലാം ഒരു ഹർബരയായി. നമ്മൾ ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വലിയ പയർ. ഇതിനകത്ത് തേങ്ങയും ഉള്ളിയും ചതുക്കിയിട്ടാണ് ആഡ് ചെയ്യുക. തേങ്ങ വേറെ ഉള്ളി വേറെ അങ്ങനെ ആഡ് ചെയ്യുന്നില്ല. തേങ്ങയും ഉള്ളിയും ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ചതുക്കിയിട്ട് ഇതിലേക്ക് ഇടും. അത് രണ്ടും മാത്രമല്ല ഇടൂ. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഉപ്പേരി. മതി. അപ്പം നമ്മൾ തേങ്ങ, ചെറിയുള്ളി മിക്സിൻ്റെ ജാറിലിട്ടിട്ടുണ്ട്. ഇനി നമ്മളിത് ചെറുതായിട്ടൊന്ന് ചതുക്കിയെടുക്കും. ഇനി പയർ നല്ലോണം വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളിത് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കും. ജസ്റ്റ് ഒന്ന് ചൂടായിട്ടാകുമ്പോൾ പിന്നെ ഓഫ് ചെയ്യും.
തേങ്ങ ചതുക്കിയത് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ. ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കുന്നതല്ല ഇവിടെ അമ്മേൻ്റെ അടുത്ത് വന്നതിന് ശേഷമാട്ടോ ഞാൻ കഴിക്കുന്നത്. നിങ്ങൾ ആരും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ഭയങ്കര ടേസ്റ്റാണ്. ഈ തേങ്ങയും ഉള്ളിയും ചതുക്കി ഇടുമ്പോൾ ആ തേങ്ങയിലേക്ക് ആ ഗ്രേവി, ഉള്ളിയുടെ ഗ്രേവിയൊക്കെ പിടിച്ചാൽ നല്ല ടേസ്റ്റാണ് സംഭവം. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ഉപ്പേരി റെഡിയായി. ഇനി ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും ആണ് ബാക്കി. അപ്പോൾ അതുവരെ ഞാൻ എൻ്റെ ഫോണൊന്ന് കുത്തിയിടത്ത്. എൻ്റെ ഫോണിൽ ചാർജില്ല. ചുട്ടു എണീച്ചിട്ടില്ല ഇതുവരെ. ചുട്ടോപ്പി എണീറ്റു. ഇങ്ങ് നോക്ക് അമ്പോ. ചുട്ടു ആരാ വന്നിന്? ചുട്ടു ആരാ വന്നേ? പാരാ അമ്പോ. നമ്മൾ ഉറങ്ങി എണീച്ചിട്ട് ആരാ എണീച്ച്? ആരാ വന്നേ? നന്ദി ഒത്തു ചുട്ടിൻ്റെ നന്ദി എടുത്തു. ചുള്ളി അത് നമ്മൾ ചുട്ടൂപ്പ് എണീച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് അവളെ ബ്രഷ് ചെയ്യിക്കണം, അവളെ കഴിക്കണം, കുറേ പണിയുണ്ട്. അപ്പോഴേക്കും ഞാൻ പിന്നെ ചായയൊക്കെ കുടിച്ചു, ഞാനും അമ്മയും. എന്നുവെച്ചാൽ അവളെ എഴുന്നേൽക്കുന്നതിന് മുന്നേ കുടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് എനിക്കതൊന്നും എടുക്കാൻ പറ്റാത്തത്. എന്തെൻ്റെ മുടി ഇങ്ങനെ എടുക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഞാൻ പിന്നെയും ഫോൺ കുത്തിയേക്കാൻ പോവാണ്. ചാർജില്ല. ഇന്നത്തെ ഫുള്ള് എടുക്കണമെങ്കിൽ ചാർജ് ചെയ്ത് വെക്കണം. അപ്പം ഞാൻ അവളെ പോയിട്ട് ബ്രഷ് ചെയ്യിപ്പിച്ചിട്ട് റെഡിയാക്കിയിട്ട് അപ്പോഴേക്കും ചാർജ് ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബാവ തൊട്ട് വെച്ച തൊട്ടോ. അതാ അമ്മ പണിക്കുണ്ട്. ഇതൊക്കെ ചുട്ടു ഒന്ന് പറഞ്ഞിട്ട് ഹായ് ഗൈസ് വര പറയില്ല. ഇതേതാ ഡഷൊക്കെ ഹായ് ഗൈസ് പറയില്ല. അപ്പം ഇന്ന് നമുക്ക് അടപ്പായസാണ്. അടപ്രഥമൻ. ഞാൻ ഷുട്ടൂന് ചായ കൊടുക്കും. അപ്പോൾ ഞാൻ ഷുട്ടൂന് ചായ കൊടുക്കാൻ പോവായിരുന്നു. അച്ഛനും അമ്മയും ഉള്ളതുകൊണ്ട് അവൾ ഭയങ്കര ത്രില്ലിലായിരുന്നു. എൻ്റെ ഭാഗത്തേ വന്നിട്ടില്ല. അവരുടെ കൂടെ ഫുൾ ടൈം കളിയായിരുന്നു മൂപ്പർ. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഫ്രീ ആയി അന്നത്തെ ദിവസം. ചായ കുടിയുന്ന കുട്ടപ്പൻ. നമ്മളട ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചത്. ഇനി നമ്മൾ തേങ്ങാപ്പാൽ വാങ്ങിനി, കുറച്ച് തേങ്ങ നമ്മൾ ഇവിടുന്ന് എടുക്കുകയും ചെയ്യും. അങ്ങനെ അട റെഡി. അപ്പോൾ ഇനിയിപ്പം നമുക്കൊന്ന് പുറത്ത് പോയിട്ട് നാളത്തെ നമ്മളെ കണി വെക്കേണ്ട സാധനമൊന്നും വാങ്ങിയില്ല. അപ്പോൾ അതെല്ലാം പോയിട്ട് വാങ്ങിയിട്ട് വരണം. ഈവനിങ് ആകാൻ നിന്നാൽ ഭയങ്കര തിരക്കും ബ്ലോക്കും ആയിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ പോയിട്ട് വാങ്ങിയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ആക്ച്വലി ഇന്ന് അച്ഛനും അമ്മയെല്ലാം ഉള്ളതുകൊണ്ട് കേട്ടോ ഇത്രയും ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ നാളെ നമുക്ക് പ്രോബബ്ലി ചിലപ്പോൾ നമ്മൾ പാർസലായിരിക്കും. കാരണം വെറുതെ നമ്മൾ 3 ആൾക്കാർ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ നമ്മൾ ഫുൾ ടൈം ഉച്ചവരെ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് ഫുള്ള് കളിക്കണമല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പാർസലായിരിക്കും. വേറെ ആരുമില്ല. ഞാൻ നല്ല ചേച്ചി ഹസ്ബൻഡൊന്നും സ്ഥലത്തില്ല. അപ്പോൾ നമുക്ക് എല്ലാവരും ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു. ഞാൻ ശരിക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ വിഷു ഓണമൊക്കെ നമുക്ക് അടിപൊളിയായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. അവരൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നാളെ പരിപാടിയൊന്നും ഉണ്ടാവില്ല. ഇന്ന് പിന്നെ അച്ഛനും അമ്മയും ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആൾക്കാരുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അമ്മയുടെ പായസത്തിൻ്റെ പരിപാടിയും കൂടി നോക്കിയിട്ട് ഞാൻ പോയിട്ട് സാധനമെല്ലാം വാങ്ങിയിട്ട് വരും. എന്നാ എന്ത് പറ്റി? ഞാൻ തിന്നാനൊന്നുമല്ല വിളിച്ചിനി. ബാവക്ക് പേടിയല്ല, കാത്തൂന് ചുട്ടൂനെ പേടിയാ. അയ്യോ ഭയങ്കര വെയില് ചുട്ടു. കാത്തുന് ബേബി. ഞാനൊന്ന് അപ്പുറം പോയി ഇപ്പുറം വരുമ്പോഴത്തേക്ക് അമ്മേന്റെ തേങ്ങാപ്പാല് റെഡി. അയ്യോ ആ എന്തെന്നാ ആഹാ. നമ്മള് ഒരു തേങ്ങ അമ്മ ഇതെടുത്തല്ലോ 1.5 2 തേങ്ങ പാലെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എക്സ്ട്രാ മറ്റേ തേങ്ങാപ്പാൽ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ആ എക്സ്ട്രാ നമ്മൾ വാങ്ങി വെച്ച പാലും കൂടി ഒഴിക്കണം. ഞാനൊന്ന് ജസ്റ്റ് ചുട്ടൂരെ കാത്തൂരെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പുറം പോയത്. ഇപ്പുറം വരുമ്പോഴേക്ക് അമ്മേൻ്റെ തേങ്ങാപ്പാൽ വേണ്ടി.
അപ്പോൾ നമ്മൾ ഇതും എടുക്കും, മറ്റേ പാലും എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 തേങ്ങയുടെ ഫുള്ള് പാലെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ 2 പാക്കറ്റ് തേങ്ങാപ്പാൽ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അത് അരയ്ക്കുമ്പോഴേക്കും ഞാനത് പിഴിഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇതാ തേങ്ങാപ്പാലൊക്കെ ഇട്ട് നമ്മളെ അടുപ്പത്തേക്ക് വെച്ച് സെറ്റാക്കാൻ പോവുകയാണ്. ഇട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് ഇതിലെല്ലാം കൊള്ളും അമ്മ. തേങ്ങ വെള്ളം ഒരുക്കി പാരുമ്പം ചിലപ്പോൾ കൊള്ളുമായിരിക്കുമല്ലോ, പൊങ്ങി പോവും. അപ്പം നമ്മൾ വെല്ലം ഉരുക്കി ഇനി നമ്മളിതെല്ലാം റെഡി ആകുമ്പോൾ അതിലേക്ക് ഒഴിക്കണം. ഇവിടെ ഭയങ്കര ബഹളമാണ്. സദ്യ പ്രിപ്പറേഷൻ. സദ്യ എന്നൊന്നും പറയാൻ പറ്റില്ല. ഫുൾ സദ്യ ഇല്ല, ഹാഫ് സദ്യ. നമ്മൾ അട വെന്ത് നമ്മൾ വെല്ലം ഉരുക്കി അതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളെ മറ്റേ തേങ്ങാപ്പാൽ, പാക്കറ്റ് പാൽ നമ്മൾ ഒഴിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പാക്കറ്റ് തേങ്ങാപ്പാലും കൂടെ നമ്മൾ അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഈ അടപ്രഥമനേക്കാളും വൈറ്റ് പായസമാണ് കൂടുതൽ ഇഷ്ടം. പ്രഥമൻ പരിപ്പ് പ്രഥമനാണ് ഇഷ്ടം കൂടുതൽ. കുഴപ്പമില്ല. ചെറിയ തിള വരുന്നുണ്ട്. നമ്മൾ ഇനി ഏലക്കായ് പൊടിച്ചത് ഇട്ടു ഇളക്കട്ടെ. മതിയില്ലേ? അങ്ങനെ നമ്മൾ പായസം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതെങ്ങനെ കഴിക്കണം എന്നുള്ളൊരു ക്ലാസ് ഞാൻ ഇവിടെ എടുക്കുമായിരുന്നു. എന്താ പറയുക, എപ്പോഴും സദ്യ ആണെങ്കിൽ ഇലയിൽ എപ്പോഴും നല്ല പഴവും പപ്പടവും കൂട്ടി തന്നെ പായസം കഴിക്കണം, എന്നാലും നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ എന്ന് പറയായിരുന്നു. പായസം ഏകദേശം റെഡിയായി. ഇനി നമ്മളിതിൽ അണ്ടിപ്പരിപ്പും കിസ്മിസെല്ലാം കിസ്മിസും അണ്ടിപ്പരിപ്പെല്ലാം വറുത്ത് ഇടും. നമ്മളുടെ ലാസ്റ്റ് ഘട്ടത്തിൽ ഇത് അണ്ടിപ്പരിപ്പും കിസ്മിസും ഫുള്ളായിട്ട് ഇട്ട് വറുത്ത് എടുക്കാൻ പോവാണ്. നെയ്യിലാണ് നമ്മളെപ്പോഴും പായസത്തിന് എപ്പോഴും നെയ്യിൽ ആക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അതൊക്കെ ആഡ് ചെയ്തു. നമ്മൾ ഇതിൽ മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനത് എടുക്കാൻ വിട്ടുപോയി. ആ ഒരു നോർമൽ ഒരു ക്രീമി ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്തു. മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുമ്പോഴാണ് ശരിക്കുള്ള ആ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് എപ്പോഴും നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മളെല്ലാം വറുത്തിട്ട് നമ്മുടെ പായസം നല്ല സൂപ്പർ സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പായസം റെഡി. ഞാൻ പോയിട്ട് വരട്ടെ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ പായസം റെഡിയായി. ഇനി നമ്മൾ ഫിഷ് കറിയും പിന്നെ ഫിഷ് ഫ്രൈയും ആണ് ബാക്കി. അതും കൂടെ ആവാൻ നിന്നാൽ പിന്നെ ഞാൻ ലേറ്റ് ആവും. അതുകൊണ്ട് ഞാൻ വേഗം റെഡിയായിട്ട് നമ്മൾ പോയിട്ട് കണി വെക്കേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് ക്യുക്കായിട്ട് റെഡി ആവട്ടെ. ഓക്കെ. അത് അച്ഛമ്മ കറി വെക്കാൻ കൊണ്ടുപോയതാ മാങ്ങ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് റെഡിയായി ഇറങ്ങി. അച്ഛനും അമ്മയുള്ളതുകൊണ്ട് ചുട്ടൂനെ ആളാക്കി. അവളെന്നെ തപ്പി നടക്കുന്നുണ്ട്. എനിക്ക് അറിയോ ഇല്ലയോ എന്ന് അറിയില്ല. പെട്ടെന്ന് പോയിട്ട് പിന്നെ കുറച്ച് സാധനം വാങ്ങിക്കാനുള്ളൂ, ബാക്കിയൊക്കെ റെഡിയാണ് നമുക്ക്. അപ്പം ഞാൻ എന്തായാലും പോയിട്ട് വാങ്ങിയിട്ട് അത്യാവശ്യം കോരം. കുഴപ്പമില്ല, വന്നിട്ട് ഇനിയിപ്പോൾ കുളിക്കണം, പണിയിട്ട്. ഓക്കെ. നമ്മൾ നേരെ പൂജാ സ്റ്റോറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞാൻ അവിടെ ലിസ്റ്റൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാൻ പോയി. തിരക്കായതുകൊണ്ട് ഞാൻ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ട് വന്നു. ഇനി നമ്മൾ പച്ചക്കറിയെല്ലാം വാങ്ങി വരുമ്പോഴേക്കും ഒരു എടുത്ത് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഫ്രൂട്ട്സും പച്ചക്കറി. വിഷു ആയതുകൊണ്ട് ഭയങ്കര ബ്ലോക്കുകൾ. വേഗം നമുക്ക് കണി വെക്കാൻ ആവശ്യമായ സാധനങ്ങൾ മാത്രമേ വേണ്ടൂ. അങ്ങനെ ഫ്രൂട്ട്സ് കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. പച്ചക്കറിയെല്ലാം വാങ്ങി. ഇനി നമ്മൾ നേരെ പോയിട്ട് നേരത്തെ എടുത്തു വെക്കാൻ പറഞ്ഞ സാധനങ്ങൾ പൂജാ സ്റ്റോറിൽ നിന്ന് വാങ്ങി. പിന്നെ പരിപാടി കഴിഞ്ഞു. പിന്നെ നേരെ വീട്ടിലേക്ക് പോകണം. ഷൂട്ട് എന്നാ ചെയ്യുന്നേ അറിയില്ല. എന്തായാലും ഞാൻ സാധനം വാങ്ങിയിട്ട് പോട്ടെ. അങ്ങനെ ഇതാ നമ്മൾ കണി വെക്കേണ്ട സാധനങ്ങളെല്ലാം കിട്ടി. ഇനി നമുക്ക് പൂവ് വേണം. പൂവ് അച്ഛൻ കൊണ്ടുവരിയിരിക്കും. ബാക്കി എല്ലാ സാധനങ്ങളുമായി ഇനി വേഗം നേരെ വീട്ടിലേക്ക്. അവിടെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ടാവും. പോയിട്ട് ബാക്കി കാണിക്കാം. അപ്പോൾ ഇതാ ഞാൻ പോയി വരുമ്പോഴേക്കും അമ്മേൻ്റെ ഫിഷ് ഫ്രൈ റെഡിയായി. പിന്നെ ഫിഷ് കറിയും ആയിട്ടുണ്ട്, മീൻകറിയായി. ഞാനപ്പം പെട്ടെന്ന് ഷുട്ടൂന് ജ്യൂസ് കൊടുക്കാമെന്ന് വെച്ചു. ഇന്ന് ഓറഞ്ച് ജ്യൂസാണ്. ഞാൻ ഇത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ. ഒക്കെ ഐറ്റംസ് എല്ലാം ഇവിടെ റെഡിയാണ്. ഫിഷ് ഫ്രൈ ഉണ്ട്, പച്ചടി, കൂട്ടുകറി, ഇത് സാമ്പാർ, ഇത് ഫിഷ് കറി, പിന്നെ നമ്മളെ പായസം. ചുട്ടും എന്നാ കുടിക്കുന്നേ? ഓറഞ്ച് ജ്യൂസ് തന്നെ. ഓറഞ്ച് ജ്യൂസ് തന്നെ പറ. ഓറഞ്ച് ജ്യൂസ് പറ. ഓറഞ്ച് ജ്യൂസ്. അപ്പം നമ്മളെ ഫിഷ് ഫ്രൈ റെഡി. ഞാനെന്നെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ അമ്മ ഉണ്ടാക്കിയ ഫിഷ് ഫ്രൈ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു അമ്മ. അങ്ങനെ ഞാനും ഷുട്ടും കൂടിയിട്ട് ഒരു 2 മീൻ
ഒറ്റയടിക്ക് നമ്മൾ കഴിച്ചു. അങ്ങനെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാണ്. ഇപ്പോൾ ഇവിടെ 12:30 സമയമായി. അച്ഛൻ്റെ നേരത്തെ ഫുഡ് കഴിക്കുന്ന ആളാണ്. അപ്പം അമ്മ ഇനിയിപ്പോൾ ഇല എടുക്കാൻ പോയിട്ടുണ്ട്. ഇലയൊക്കെ എടുത്ത് വന്നതിന് ശേഷം നമ്മൾ സെറ്റാക്കി ഫുഡ് കഴിക്കുന്നതായിരിക്കും. എനിക്ക് വലിയ വിശപ്പൊന്നും വന്നില്ല. ഞാൻ ഷുട്ടും കൂടി നമ്മളെ ഫിഷ് ടേസ്റ്റ് നോക്കിയോണ്ട് വലുതായിട്ട് വിശക്കുന്നില്ല. കഴിക്കണമല്ലോ. പപ്പടം നല്ല അടപ്രഥമനും പപ്പടവും പഴവും കൂട്ടി കഴിക്കണം. അപ്പോൾ ഞാൻ എല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ട് കാണിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇലയും ഫുഡും എല്ലാം റെഡിയായി. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഐറ്റംസ്. സാമ്പാർ, പച്ചടി, കൂട്ടുകറി, ഫിഷ് കറി, പിന്നെ ഉപ്പേരി, പിന്നെ നമ്മളെ ഫിഷ് ഫ്രൈ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഇല ഇങ്ങനെ വെക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ അത് കൺഫ്യൂഷനിൽ വെച്ചിട്ടെല്ലാം കൂടെ തിരിച്ച് പിന്നെയും മാറ്റി വെച്ച് എല്ലാം വിളമ്പി സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അതിനിതാ നമ്മളെല്ലാവരും കൂടെ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. എന്താ പറയുക, ഈ ഒരു ദിവസം ഭയങ്കര രസമായിരുന്നു കേട്ടോ. ആക്ച്വലി നമുക്ക് വിഷുവിൻ്റെ അന്ന് ആരും ഉണ്ടായിരുന്നില്ല. ഞാനും അമ്മയും പിന്നെ ഹസ്ബൻഡും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ദിവസം അച്ഛനും അമ്മയും എല്ലാവരും ഉള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു. അവർക്ക് പിന്നെ വിഷു ഇല്ലാത്തതുകൊണ്ട് അവർ ഇന്ന് തന്നെ പോകുമെന്ന് പറഞ്ഞു. കണി കാണാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇതാ എൻഡ് ഓഫ് ദ സദ്യ. എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഇതാണ്, പഴം, പപ്പടം, പായസം. ആദ്യം ഞാൻ ഇതിൻ്റെ വലിയ ഫാനൊന്നും ആയിരുന്നില്ല. പിന്നെ ഞാൻ കഴിച്ച് ഇതിന് ഫാനായതാണ്. ആദ്യം എനിക്ക് അധികം മധുരം ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം ഇഷ്ടമാണ്. ഫുഡൊക്കെ കഴിച്ച് സൈഡായി. ടമ്മി ഫുള്ളാണ്. ഇനി കുറച്ച് സമയം റെസ്റ്റ് എടുക്കണം. ഷുട്ടൂനെ ഉറക്കണം, പണിയുണ്ട്. അവൾ ഉറങ്ങി കുറച്ച് കഴിയുമ്പോൾ ഒരു 3-3:30 ഒക്കെ ആകുമ്പോൾ അച്ഛനും അമ്മയും പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തായാലും അവളെ ഉറക്കേണ്ട പരിപാടി നോക്കട്ടെ. ഷുട്ടു നല്ല ഉറക്കമായി. അവൾ ഉറങ്ങി എണീക്കുമ്പോഴേക്കും അച്ഛനും അമ്മയും പോകാൻ റെഡിയാവാമെന്ന് പറഞ്ഞു. എന്താ പറയുക, അവർ പോവുകയാണെന്ന് പറഞ്ഞു. പോകുന്ന സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അച്ഛനും അമ്മയും പോയി. ഇപ്പം ഇറങ്ങി ഇവർ ഒരു 3:30 ആയിട്ടുണ്ടാവും. ഞാൻ ആ സമയത്ത് എനിക്കൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഷുട്ടു കൂടെ പോകാൻ വേണ്ടി ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പം നാളെ കണി വെക്കണം. രാത്രി നമ്മൾ കണിയെല്ലാം സെറ്റ് ചെയ്ത് വെക്കും. അതും കൂടെ കാണിച്ചിട്ട് ഇന്നത്തെ ഒരു ഡേ വൈൻഡപ്പ് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പം കുറേ കഴിഞ്ഞിട്ട് കാണാം. ഇനി പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. നോർമലി ഉള്ള പോലെ തന്നെ ചായ കുടിക്കുന്നു, അതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി കണി വെക്കുന്ന സമയത്ത് കണി ഒരുക്കുന്ന സമയത്ത് കാണാം. ഓക്കെ. ഇവിടെ നമ്മളെപ്പോഴും രാത്രി തന്നെ എല്ലാം സെറ്റാക്കി ഒരുക്കി വെക്കും കേട്ടോ. നമ്മളെ വീട്ടിൽ നിന്നല്ല, എല്ലാവരും അധികം അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഇപ്രാവശ്യം ആക്ച്വലി നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് ഒരുക്കാൻ നിന്നത്. ബിക്കോസ് എൻ്റെ മോള് ഷുട്ടു അവളെല്ലാം വലിച്ചിടും. അതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു 10:30-11 മണിയൊക്കെ ആയി എല്ലാം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും അത്ര ടൈം ആയിട്ടുണ്ടാവും. ആ സമയമാകുമ്പോഴാണ് അവൾ ഉറങ്ങാൻ പോവുകയുള്ളൂ. അപ്പോൾ ഉറങ്ങാൻ കൊണ്ടുപോകുന്നതിന് മുന്നേ ഞാൻ എല്ലാം എടുത്തൊന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ അമ്മയ്ക്ക് രാവിലെ വിളക്ക് കത്തിക്കേണ്ട പണിയേ ഉണ്ടാവുള്ളൂ. അതിനല്ലാതെ സെറ്റാക്കുന്നതിൻ്റെ ഇടയിലും ആൾ വന്ന് എന്താണ് സംഭവം എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വിഷുവിന് അവൾ കുഞ്ഞിയായിരുന്നല്ലോ. അപ്പോൾ ഇതൊന്നും അങ്ങനെ ആൾ മനസ്സിലാക്കേണ്ട ഒരു ഏജ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളെ ഓൾമോസ്റ്റ് എല്ലാ കണിയും സെറ്റ് ചെയ്ത് ഇനിയിപ്പോൾ നമുക്ക് രാവിലെ കണി കാണലാണ്. അങ്ങനെ ഞാൻ വന്ന് കണി കണ്ടു. ആൻഡ് പിന്നെ ഞാൻ ഷുട്ടൂനെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം അവൾ കുഞ്ഞായതുകൊണ്ട് അവൾ മര്യാദയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം കണി കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം കുറച്ച് ക്രാങ്കി ആയിരുന്നു. ആക്ച്വലി വന്ന് ഉറക്കത്തിൽ നിന്ന് എണീച്ചതിൻ്റെ ആ ഒരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ പ്രശ്നം എന്താ അറിയോ, അവൾ ലേറ്റായിട്ടാണ് ഉറങ്ങുക. അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ ഒരു 4:30 ഒക്കെ ആയപ്പോഴാണ് എണീച്ചിട്ട് കണി കാണിക്കുന്നത്. ആ സമയമൊക്കെ അവൾ കുറച്ച് നന്നായിട്ട് ഉറങ്ങുന്ന ടൈമായിരിക്കും. അതുകൊണ്ട് ആൾ ഭയങ്കര ക്രാങ്കി ആയിരുന്നു. ജസ്റ്റ് ഒന്ന് നോക്കി പിന്നെ അപ്പം തന്നെ അവൾ ഉറങ്ങി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 2025 ഒരു വിഷുക്കണി എന്ന് പറയുന്നത്. അങ്ങനെ ഭയങ്കര സംഭവമൊന്നുമില്ല. നമ്മളെ അടുത്തുള്ള സാധനങ്ങൾ വെച്ച് കുറച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ വിഷുക്കണി വെക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനും അച്ഛനും അമ്മയും കൂടെ കുറച്ച് പൂക്കുറ്റിയും കമ്പിത്തിരിയൊക്കെ കത്തിച്ചു. ഷുട്ടു നല്ല ഉറക്കമായതുകൊണ്ട് അവൾക്ക് ഇതൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് മാറ്റി വെച്ചു. ഈവനിങ് ചെയ്യാം, ആളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മൾ പിന്നെ എണീച്ച് റെഡിയായി അമ്പലത്തിലേക്ക് പോകാനുള്ള പരിപാടിയായിരുന്നു. മാഹി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ വിചാരിച്ചാലും നല്ല തിരക്കുണ്ടായിരുന്നു. ക്യൂ നിന്നിട്ടൊക്കെയാണ് നമ്മൾ അകത്തേക്ക് കയറി തൊഴുത് വന്നത്. അങ്ങനെ പിന്നെ നമ്മൾ പ്രസാദമൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഭഗവതി കോട്ടക്കൽ അമ്പലത്തിലാണ്, വടകര ടൗണിൽ തന്നെ ഇല്ല. അങ്ങനെ അവിടെയും പോയി പ്രാർത്ഥിച്ച് പ്രസാദമൊക്കെ വാങ്ങി. ആക്ച്വലി ഇവിടെ എത്തുമ്പോഴേക്ക് എന്നെ ഷുട്ടു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഫസ്റ്റ് അമ്പലം കഴിയുമ്പോൾ തന്നെ ആൾ ഉറങ്ങിപ്പോയി. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ നമ്മളങ്ങനെ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി വന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷായി. ഇന്ന് പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മൾ ഇന്ന്
ബിരിയാണി പാർസൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സേമിയ പായസം വെക്കുന്നുണ്ട്, അത് ചെയ്യാമെന്ന് വെച്ചു. കാരണം നമ്മളും 4 ആൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് സദ്യയൊക്കെ ആയിട്ട് വലുതായിട്ട് വെക്കാനൊന്നും വേണ്ടാന്ന് വെച്ചു, വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ ഷുട്ടു ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, അതിൻ്റെ സൗണ്ട്. അപ്പോൾ അവളും വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടുള്ളൂ. രാവിലെ എണീച്ചുകൊണ്ട് അതിൻ്റെ ഭയങ്കര മൂഡ് ഓഫിലും കാര്യത്തിലൊക്കെയാണ് ആ കക്ഷി. അപ്പോൾ എന്തായാലും ഞാൻ ഇനിയിപ്പോൾ പായസം കാണിക്കുമ്പം വെക്കുമ്പോൾ എടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടി പാരീസിൻ്റെ അടുക്ക് എത്തി. ഷുട്ടോ അപ്പോൾ ഇപ്പൊ 12 മണി ആയിട്ടേ ഉള്ളൂ, പക്ഷെ 1 മണി ആവുന്ന പറഞ്ഞത്. സോ നമ്മൾ വെയിറ്റ് ചെയ്യാന്ന്, നമുക്ക് നോക്കാം. വെയിലായതുകൊണ്ട് ഞാനും ഷുട്ടും പിന്നെ അങ്ങനെ പുറത്തിറങ്ങിയില്ല. കുട്ടപ്പൻ പോയിട്ട് ബിരിയാണി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. അത്യാവശ്യം നല്ല തിരക്കുണ്ടോണ്ട് തന്നെ നമുക്ക് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിലിടക്ക് ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവളിങ്ങനെ ഓരോ കുരുത്തക്കേടും കുസൃതിയും ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അവളെ വണ്ടിയിൽ പിടിച്ചിരുത്തുക എന്ന് പറയുന്ന വലിയൊരു ടാസ്ക്കാണ്. അങ്ങനെ നമുക്ക് ബിരിയാണിയൊക്കെ കിട്ടി. അങ്ങനെ ഇതാ അറ്റ് ലാസ്റ്റ് നമ്മളെ ബിരിയാണി കിട്ടി. കാശ് ഈ കവർ തന്നെ അവിടുത്തെ അല്ലേ, ഇപ്പോൾ ഒരാൾ വാങ്ങിയിട്ട് പോകുന്നുണ്ടെങ്കിൽ. അങ്ങനെ ഇതാ നമ്മൾ ബിരിയാണി വാങ്ങിച്ച് വീട്ടിലെത്തി. ഇനിയിപ്പോൾ പെട്ടെന്ന് കഴിക്കാൻ നോക്കട്ടെ, 2 മണി ആവാറായി, വിശക്കുണ്ട്. അങ്ങനെ നമ്മുടെ ഐറ്റംസ് ഒക്കെ റെഡിയാക്കി വെച്ചു. നല്ല ക്വാണ്ടിറ്റി സാധനങ്ങൾ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഇലയിൽ പൊതിഞ്ഞ ബിരിയാണി ആയിരുന്നു. ഷുട്ടൂന് നല്ല വിശപ്പായിട്ട് ഞാൻ അപ്പം തന്നെ അവൾക്ക് കൊടുത്തു. ഇതാ നമ്മൾ ബിരിയാണി നല്ല ഇലയിലെല്ലാം പൊതിഞ്ഞ അടിപൊളി ബിരിയാണിയാണ്. അപ്പം നമ്മൾ കഴിക്കട്ടെ. ലെഗ് പീസ് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കേ, അപ്പം നമ്മളിതാ ബിരിയാണിയും കഴിച്ച് പായസം കുടിച്ച് ആകെ സൈഡായി, വയ്യാണ്ടായി. ഞാനൊരു 4:30 എണീച്ചിട്ടുണ്ടാവും രാവിലെ, അതുകൊണ്ട് ഭയങ്കര ഉറക്കവും വരുന്നുണ്ട്. അതുകൊണ്ട് ഷുട്ടൂനെ ഉറക്കി ഇനി കുറച്ച് സമയം ഉറങ്ങാൻ പോവാണ്. ഇന്ന് പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മൾ വൈകുന്നേരം ബീച്ചിൽ പോകണമെന്ന് വിചാരിച്ചിന്, പക്ഷേങ്കിൽ ഷുട്ടൂന് ചെറിയൊരു മൂക്കടപ്പും മൂക്കൊലിപ്പെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ അവിടെ പോയി പിന്നെയും കടൽ വെള്ളത്തിലൊക്കെ കളിച്ചാൽ ഫുള്ള് സീനാവും, ചിലപ്പോൾ പനിയൊക്കെ വരും. അതുകൊണ്ട് ഇന്ന് പോകണ്ടെന്ന് വിചാരിച്ചു. 2 ദിവസം കഴിഞ്ഞിട്ട് അവളെ കൊണ്ടുപോകും. നമ്മളെ ഒരു കുട്ടി വിഷു എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. എന്താ പറയുക, ഇന്ന് പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ലായിരുന്നു. ശരിക്കും നമുക്ക് വിഷു ഇന്നലെ ആയിരുന്നു. എല്ലാവരും ഉള്ളോട് നല്ല രസമായിരുന്നു. അപ്പം എന്തായാലും എല്ലാവരും വീഡിയോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഇതുപോലത്തെ നല്ലൊരു ഫാമിലി വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെയും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ടാറ്റ, ബൈ ബൈ. ഈവനിങ് ആയപ്പോൾ നമ്മളെല്ലാവരും കൂടി നമ്മളെ ബാക്കിയുള്ള പൂക്കുറ്റിയും കമ്പിത്തിരിയും ഒക്കെ കത്തിച്ചു ഷുട്ടൂനെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ നാട്ടിൽ എപ്പോഴും വീടിൻ്റെ അടുത്ത് തന്നെ എപ്പോഴും എല്ലാവരും കൂടി നടത്തുന്ന ഒരു വലിയ പൊട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കണ്ട് നമ്മുടെ ഇക്കൊല്ലത്തെ വിഷു നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇതെല്ലാ കൊല്ലവും ഉണ്ടാകുന്ന സംഭവം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇപ്രാവശ്യത്തെ ഒരു വിഷു വീഡിയോ എന്ന് പറയുന്നത്. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ഇറ്റ്. കീപ് വാച്ചിങ്.